ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സഗിടമ വ്ളോഗ്സ്. സഗിടമ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ രാവിലെ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതിൻ്റെയുള്ള പരിപ്പുവരയിലും കാര്യങ്ങളൊക്കെയാണ് എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ അമ്മ പറയും. ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റു ഓരോന്നോരോന്ന് ചെയ്യാൻ തുടങ്ങുവാണ്. ഇന്ന് രാവിലെ കട്ടനിട്ടു. പിന്നെ ഇനി പരിപ്പ് അടുപ്പിടാൻ പോകാൻ സാമ്പാറാണ് വെക്കാൻ പോകുന്നത്. ഇഡ്ഡലി ഉണ്ടാക്കാൻ അതെ മാവ് അരച്ചത് അതെ പൊന്തി വന്നിരിക്കുന്നു, കണ്ടോ. ഇനി ഇഡ്ഡലി ഉണ്ടാക്കണം. അതിന് പരിപ്പ് അടുപ്പിട്ടിടാൻ പോവാണ്. സാമ്പാറിന് വേണ്ടിയിട്ടുള്ള വരുന്നുണ്ട്. വലിയ പരിപ്പാണ്. ഇത്ര മതി, ഞങ്ങൾക്ക് കുറച്ച് മതി പരിപ്പൊക്കെ, കണ്ടോ. ഒരുപാട് വെച്ചിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കുള്ള കുറേശ്ശെല്ലാം റെഡിയാക്കുവാണ്. പരിപ്പ് രാവിലെ അതങ്ങ് കഴുകിയെടുപ്പ് ഇടാമെങ്കിൽ അത് വെന്ത് കഴിയുമ്പോൾ കഷ്ണങ്ങൾ പയ്യെ അരിഞ്ഞെടുക്കാമല്ലോ. എന്നിട്ട് അരിയിട്ടില്ല, അത് കഴിയണം. സമയം കുറവായി. രാവിലെ എഴുന്നേക്കാൻ ഇച്ചിരിയൊക്കെ എന്നും ഒരുപോലെ ആയിരിക്കത്തില്ല. ചില ദിവസമൊക്കെ ഇച്ചിരി താമസിക്കും. ചെറുക്കാപ്പിയുടെ വഴക്കുകൊണ്ടായിരിക്കും ചില ദിവസം ഞങ്ങൾ ഇച്ചിരി താമസിക്കും. എന്നാലും കുഴപ്പമില്ല. ഈ സമയത്ത് എഴുന്നേറ്റാലും മതി. 2 ഗ്യാസിലോട്ടും അടുപ്പിലോട്ടും കൂടെ വെച്ചാൽ മതി. ഇപ്പം ഇത് അടുപ്പ് വെച്ച് കഴിയുമ്പോൾ പയ്യെ അരിയിട്ട് കഴിയുമ്പോൾ അതിലോട്ട് തന്നെ ഇഡ്ഡലിയും കൂടെ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് അതങ്ങാവും. ഇനി പരിപ്പ് വെക്കാൻ പോവാണ്. ഗ്യാസ് വെക്കുവാണ്. ഇനി പരിപ്പ് എടുക്കുന്നത് വേകട്ടെ. അതായത് നമുക്ക് കഷ്ണം എല്ലാം കൂടെ ഒരുക്കാതെ. ഇത്രയും കഷ്ണമാണ് നമുക്കുള്ളത്. കഷ്ണങ്ങൾ ഇരിക്കുന്നു. കിഴങ്ങ്, സവോള, കൊച്ചുള്ളി, പിന്നെ ഇപ്പോൾ കപ്പളങ്ങ അതിലൊരു കഷ്ണം ഇടണം. പിന്നെ തക്കാളി ഉണ്ട്, വെണ്ടയ്ക്ക അരിപ്പെടുത്തില്ല, വെണ്ടയ്ക്ക ലാസ്റ്റ് ഇടണം. മുരിങ്ങയ്ക്ക, വഴുതനങ്ങ, നമ്മുടെ കയ്യിലുള്ള കഷ്ണങ്ങൾ. അതായത് ഇച്ചിരി നേരത്തെ കഷ്ണമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഈ കഷ്ണങ്ങൾ ഇട്ട്. മുരിങ്ങയ്ക്ക നമുക്ക് കഴിഞ്ഞ ദിവസം കിറ്റ് മേടിച്ചപ്പോൾ കിട്ടിയതാ. ഈ വഴുതനങ്ങയും അതെ കിട്ടി. പിന്നെ തക്കാളിയുണ്ട്, കിഴങ്ങും സവോളയും കപ്പളങ്ങ ചുറ്റി വന്നവ കൊണ്ടുവന്ന് കപ്പളങ്ങയാണ്. ഇതിന് ഒരു കുറച്ച് ചേർത്താൽ മതി, ഒരുപാട് ചേർക്കേണ്ട ഒരു കഷ്ണം. ഇതെല്ലാം കൂടെ ഒന്ന് എടുത്തിട്ട് നമുക്ക് നോക്കാതെ. ഇതുണ്ട്, വെണ്ടയ്ക്കായും എടുത്തു. ഇത്ര വെണ്ടയ്ക്കായ എടുത്തിട്ടുണ്ട്. ഇത്ര പച്ചക്കറികളാണ് നമ്മൾ അരിയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ കഷ്ണമല്ല ഞാൻ അരിഞ്ഞു വെച്ചു. അരിഞ്ഞപ്പോൾ ഒത്തിരി കഷ്ണം ഉണ്ടെന്ന് തോന്നുന്നു. എന്നിട്ടൊരു സവോള ഞങ്ങൾ മാറ്റി വെച്ചു. എന്താണെന്നറിയാവോ, കപ്പളങ്ങയൊക്കെ ചേറിയിട്ടായിരുന്നു. കപ്പളങ്ങ സാമ്പാർ നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന സാമ്പാറിലല്ല, നമ്മൾ സദ്യ ഒന്നുമല്ലല്ലോ. വീട്ടിൽ വയ്ക്കുന്നത് കപ്പളങ്ങ, അല്ലെങ്കിൽ തന്നെ കപ്പളങ്ങ ഇടുന്ന സാമ്പാർ നല്ല ടേസ്റ്റാണ്. നമ്മൾ കപ്പളങ്ങയുണ്ട്, നോക്കിയപ്പോൾ 2 കായ ഇരിക്കുന്നത്, അതും കൂടെ എടുത്തു. സാധാ കായ ഉണ്ടായത് 2 കായിട്ടു. കപ്പളങ്ങ ഉണ്ട്, ഈ വലുപ്പത്തിൽ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതങ്ങ് വെന്ത് പോക്കോളും. കപ്പളങ്ങായ, കിഴങ്ങ്, ഒറ്റ മുരിങ്ങ ഉണ്ടായിരുന്നു, അതരിഞ്ഞു. പിന്നെ എന്നാ വേറെ അത്രേ ഉള്ളൂ. കിഴങ്ങും കപ്പളങ്ങായും സബോളയും വഴുതനങ്ങായും അത്ര ഉണ്ട് ഇതിനകത്ത്. ഇതെല്ലാം കൂടെ ഇപ്പോൾ എടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് കഷ്ണം ഉണ്ടെന്ന് തോന്നുന്നു. വഴുതനങ്ങായും ഇട്ടു, എല്ലാം ഇട്ട്. സബോള 2 ഉണ്ടായിരുന്നു, അതും കണ്ടിച്ചിട്ടു. പിന്നെ തക്കാളിയും കണ്ടിച്ച് വെച്ചിട്ടുണ്ട്, കൊച്ചുള്ളിയും വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെയാണ് നമ്മൾ ഇന്നിപ്പോൾ ഇതെല്ലാം കൂടെ കുക്കറിനകത്ത് പരിപ്പ് വെന്തിരിക്കുവാണ്. ഇനി ഇതെല്ലാം കൂടെ അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് സാമ്പാർ ആക്കിയെടുക്കണം. കഷ്ണം എന്ത് കഷ്ണം നമുക്ക് സാമ്പാറിനകത്ത് ഇടാം. അപ്പോൾ നമുക്കിവിടെ ചേമ്പുണ്ടെങ്കിൽ ചേമ്പാണെങ്കിലും കണ്ടിച്ചിടാം, ചേനയുണ്ടെങ്കിൽ ചേന ഇടാം. സാമ്പാറിന് പക്ഷേ പ്രത്യേകിച്ച് കഷ്ണം വേണമെന്നില്ല. ഇപ്പോൾ ഒരു ഉള്ളിയും പരിപ്പും ഉള്ളിയും പരിപ്പും കൂടെ മാത്രമാണ് സാമ്പാർ. സബോളയും കിഴങ്ങും ഉണ്ടെങ്കിൽ കിഴങ്ങ് വേണ്ട, ഉള്ളി പരിപ്പും തക്കാളിയും കൂടെ ഉണ്ടെങ്കിൽ സാമ്പാറാവും. നമ്മൾ ഇന്നാൾ വെച്ചില്ല അങ്ങനെ. അത് നല്ല കറിയാണ്. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു വീട്ടിൽ നമ്മുടെ കഴിയോ കഷ്ണമൊന്നുമില്ല, എന്ത് കറി വെക്കുന്ന വിചാരിച്ചു പെട്ടെന്ന് നമുക്ക് ഒരു തുള്ളി പരിപ്പിരിപ്പുണ്ടോ, ഒരു കപ്പളങ്ങയും എടുത്തു, ഒരു കിഴങ്ങും എടുത്തു, അതേ ഉള്ളോ നമ്മുടെ കയ്യിൽ. അല്ലെ കിഴങ്ങ് വേണ്ട, കപ്പളങ്ങയും ചേമ്പ് വിത്തുണ്ടെങ്കിൽ അതും ഇട്ടുകൊണ്ട് സാമ്പാറാക്കാം. അങ്ങനെയൊക്കെ നമുക്ക് കറി വെക്കാൻ പറ്റുന്നല്ല. അതിപ്പം എന്നും നമുക്ക് കടയിൽ നിന്ന് മേടിച്ച് കറി വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ പറമ്പിലുള്ളതൊക്കെ കണ്ടിച്ചൊക്കെ കറിയൊക്കെ വെക്കാം. ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ ഇച്ചിരി ചീര ഇന്നലെ മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ചീരയും കൂടെ തോരൻ വെക്കണം. ഇതെല്ലാം അടുത്ത ബാക്കിലേക്ക് പോകാം. അതെ, എല്ലാം കാണിക്കാം പയ്യെ. പരിപ്പ് കണ്ടോ, പരിപ്പ് കണ്ടോ, വെന്തു ഉടഞ്ഞു പരിപ്പ്. ഇനി അതിനകത്തോട്ട് നമുക്ക് കഷ്ണം എല്ലാം കൂടി ഇടാം. കഷ്ണമെല്ലാം ഇട്ടു.
തക്കാളിയും കൂടെ അങ്ങോട്ട് കണ്ടിച്ചിടാം. തക്കാളി 4 ആക്കി. വലിയ തക്കാളിയാണ്, ചെറുതാണെങ്കിൽ 2 ആക്കാനുള്ളത്. മുഴുത്ത തക്കാളിയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് വാളംപുളി ചേർക്കണ്ട, വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത്രയും തക്കാളി ഇടുന്നുണ്ട് പുളി കാണും. പിന്നെ കല്യാണ സദ്യക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വാളംപുളി ചേർത്തേ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മൾ വീട്ടിലേക്കായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമുക്കിതിലോട്ട് പൊടി ശകലം ഇട്ട് വേണം വെക്കാൻ. പക്ഷെ മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി 2 ഇതിൽ ഇച്ചിരി അങ്ങ് ഇട്ടേക്കാം, കളറും ആയിക്കോളും. അതെ, പച്ചമുളക് ഓൾറെഡി ഉണ്ട്, അവിടെ ഇത്തിരി എരിവിൻ്റെ ആവശ്യം വരുന്നില്ല. കായവും ചേർത്ത് വെക്കാം. എന്നിട്ട് പിന്നെ വേണം കായ നമുക്ക് ആവശ്യത്തിന് രുചിക്ക് നോക്കിയിട്ടല്ലേ. ഇച്ചിരി കായം ഇട്ടു, വെള്ളം കൂടെ ഒഴിച്ച് നമുക്കങ്ങ് വെക്കാം. നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ച് വെക്കാം. ഇപ്പം മതിയായിരിക്കും. എല്ലാം നല്ലപോലെ ഇളക്കി പൊടികളെല്ലാം വെള്ളമായിട്ട് ഇല്ലാതായി കഴിഞ്ഞാൽ കഷ്ണത്തെ പിടിക്കത്തുള്ളൂ. നമുക്കൊക്കെ വെള്ളം ഒഴിച്ചു. ഇത് എത്ര വിസിലടിക്കണമായിരിക്കും? നമ്മുടെ കുക്കറിനാണെങ്കിൽ, നമ്മുടെ കുക്കറിൽ പഴയതായതുകൊണ്ട് ഒരു 3-4 വിസിലടിക്കേണ്ടി വരും. ഇത് ഉപ്പും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ അങ്ങ് ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമുക്കിത് കുക്കറിൽ വേവിക്കാം. കണ്ടോ, ഞാൻ അതവിടെ ഇരുന്ന് വേഗം ഞങ്ങൾ അടുത്ത കറിക്കുള്ള പരിപാടി നോക്കട്ടെ. ചീര തോരൻ വെക്കാനാണ്, അതും വീഡിയോ എടുക്കുന്നുണ്ട്, അതും നിങ്ങളെ ഇട്ട് കാണിക്കാം. ഇതിപ്പോൾ ഞങ്ങൾ സാമ്പാറിൻ്റെ പരിപാടി അടുപ്പത്ത് വെച്ചു. അങ്ങനെ ഇഡ്ഡലി അടുപ്പോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മുടെ അടുപ്പേ തീ കത്തിച്ച് കഞ്ഞി വാർത്തു. അതെ, ഇനിയിപ്പം ഇഡ്ഡലി അടുപ്പോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. സാമ്പാർ വെന്ത് കിടക്കുവാണ്, ഞാൻ ചേർത്താൽ മതി. ഇപ്പോൾ ഇഡ്ഡലി അതുകൊണ്ട് നമുക്ക് അടുപ്പിലോട്ട് മാവ് അമ്മ എങ്ങനെയാണ് മാവ് അരയ്ക്കുന്നതെന്ന് കാണിക്കണമെന്ന് ചിലർ കമൻറ്റ് പഴയ വീഡിയോയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇത്തവണയും കാണിക്കാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ അതായത് മുന്നാഴി അരി എടുക്കും. ഞങ്ങളുടെ ചെറിയ നാഴി മുന്നാഴി അരിക്ക് നാഴി ഉഴുന്നും വെള്ളത്തിലിടും. അതിൻ്റെ കൂടെ ഒരു പിടി ഉലുവായും കൂടെ വെള്ളത്തിലിടും. അതെ, പച്ചരി. അത് നല്ലവണ്ണം കുതിർന്ന് കഴിയുമ്പോഴത്തേക്കും ഞാനൊരു രാത്രി ഒരു 8-8:30 ഞാൻ അരച്ച് വെക്കുമ്പോൾ 8-8:30 കഴിയും അരയ്ക്കുമ്പോൾ. അത് അരച്ച് കഴിയുമ്പം അതിൻ്റെ കൂടെ ഒരു പിടി ചോറും കൂടെ ഇട്ടു. അതും കൂടെ അരച്ചാണ് ഞാൻ വെക്കുന്നത്. എന്നിട്ടാണ് ഇത് കണ്ടത് നല്ലതുണ്ട്. ഇങ്ങനെ നമ്മൾ ഇഡ്ഡലിക്കുള്ള മാവ് എടുക്കുന്നതാണ്. നല്ല മയമായിരിക്കും ഇഡ്ഡലി. നമ്മുടെ ഇഡ്ഡലി എപ്പോഴും നല്ല സോഫ്റ്റായിട്ട് അടിക്കണം. അതുകൊണ്ട് നമുക്ക് ഇഡ്ഡലി അങ്ങനെ കോരി ഒഴിച്ച് വെക്കാം. അതെ, അതിന് മുമ്പ് നമ്മൾ ഈ തട്ടത്തിനകത്ത് എണ്ണ വരട്ടിയിട്ടുണ്ട്, പറഞ്ഞു പോരാൻ വേണ്ടി. നിങ്ങളുമൊക്കെ എല്ലാവരും ഇതൊക്കെ തന്നെ ഉണ്ടാക്കും. നമ്മൾ ഇത് ഇട്ട് കഴിയുമ്പോൾ ഉടനെ 100 കമൻ്റ് ഉണ്ട്. അങ്ങനത്തെ ഞങ്ങൾ കാണാത്താണോ ചെയ്യാത്തതാണോ? എത്രയോ പിള്ളേർ എന്നോട് ചെയ്യാത്തവരും കാണാത്തവരും എന്നോട് പറയുന്നത്. സംബന്ധി അരച്ചാൽ വരെ എന്നോട് ചോദിക്കുന്നുണ്ട്, അമ്മ അതിൻ്റെ ഒന്ന് കാണിച്ചു തരാം. അവരെ ഓർത്താണ്, അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത്. മതിയല്ലേ? അതെ, എല്ലാത്തവരും കാണണ്ട. കണ്ടിട്ട് കുറെ കുറ്റം പറഞ്ഞിട്ട് എന്തിനാ കാര്യം? എന്നാൽ പിന്നെ കാണാതിരുന്നാൽ പോരെ. ഏതായാലും ഞങ്ങൾ ഇടുന്ന വീഡിയോ മോശമാണെങ്കിൽ ഒരു പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ അറിയാം അത് മോശമാണ്. അതെ, പിന്നെ അത് കാണണ്ട. പിന്നെ ഇഷ്ടമുള്ളവരൊക്കെ കണ്ടോട്ടെ. ഇഷ്ടമുള്ളവർ ഒത്തിരിയും പേരുണ്ട്. ഇഷ്ടമുള്ളവർ അവർ കണ്ടോളുണ്ട്. അത് നമുക്ക് ഉള്ളതൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. അതെ, അല്ലാതെ നിങ്ങൾ എന്നും കുറെ ചോറ് കാണിക്കുന്നുണ്ടോ? അതൊക്കെ നമുക്ക് നമ്മുടെ അതേ ഉള്ളൂ. നമ്മള് വീഡിയോയിൽ അതാ കാണിക്കുന്നത്. അല്ല നമ്മൾ കുറെ ഡാൻസ് കളിക്കുന്നതും കുറെ അതൊന്നും കാണിക്കാനായിട്ടുള്ള പാങ്ങ് നമുക്കില്ല. പൊന്നുമക്കളെ, എനിക്ക് കുറെ ഒരുങ്ങി ലിപ്സ്റ്റിക് ഒക്കെ വാരി തേച്ച് തരാം. അങ്ങനെ ഞാൻ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് വരും. പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇടും. അവള് വല്ല പോകുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ വീട്ടിലേക്കുമ്പോൾ അത് ഒരുങ്ങത്ത് പോലും ഇല്ല. ഇത് ഞാനെന്ന് പറഞ്ഞാൽ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് വന്നപടി രാവിലെ പോയി നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് അടുക്കളയിൽ കയറിയിട്ട് ഈ കുളിച്ചൊരുങ്ങി വന്ന് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. എന്നെ പെട്ടെന്ന് വേർക്കും. അതുപോലെയല്ല, ഞാൻ എപ്പോഴും ഇത് അടുപ്പിലൊക്കെ വന്നേക്കുന്നത് ഞാൻ ഇങ്ങനെ തൂക്കും. എൻ്റെ ദേഹത്തെല്ലാം കരിയെല്ലാം പറ്റും. ഉച്ചയാകുമ്പോൾ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ടാണ് ചോറ് വിളമ്പുന്നത്. അത് നിങ്ങൾ എന്നും കാണുന്ന കാര്യം. അതുകൊണ്ടാണ് എല്ലാവരും ചെയ്ത് തോർത്തുണ്ട തലയിൽ തോർത്ത് കണ്ടത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഉച്ചയാകുമ്പോഴാണ് കുളിക്കുന്നത്. ചിലപ്പം ദേവ് വന്നു കഴിഞ്ഞാൽ ഉണ്ണാൻ വരുമ്പോഴായിരിക്കും ഞാൻ കുളിക്കുന്നത്. ഇല്ലെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് വന്ന് കയറി കഴിയുമ്പോൾ അച്ഛനെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ കുളിക്കുന്നത്. ഇത് രാവിലെ കുളിച്ചൊരുങ്ങി നിന്നിട്ട് വീട്ടിലെ പണി ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെന്ന് വെച്ചാൽ കുളിച്ച് എഴുന്നേറ്റ് വരുമ്പോഴത്തുള്ളൂ താമസം കൂടി വെപ്രാളം വെച്ച് വന്ന് വെക്കുക. പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് ഈ കോലത്ത് തന്നെ നിന്നിട്ട് തന്നെ എന്നെ എപ്പോഴും വേർക്കും. എൻ്റെ കാര്യങ്ങൾക്ക് എന്നെ സ്വാഭാവിക അടുക്കളയിൽ ഞാൻ ചെയ്യുമ്പോൾ എല്ലാ പണിയും ചെയ്ത് ഇറങ്ങുക. അതെ,
അല്ലാതെ കുറച്ച് വീഡിയോയ്ക്ക് വേണ്ടി വന്ന് കുളിച്ച് ഒരുങ്ങി നിന്നെടുത്ത് നിങ്ങളെ വീഡിയോ കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇങ്ങനെ കാണാൻ മനസ്സുള്ളവർ കണ്ടാൽ മതി, ഇല്ലാത്തവർ കാണണ്ട. 10 പേരെ കണ്ടല്ലോ, 10 പേര് മതിയെന്നേ. ഇപ്പം എന്തായാലും ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ വീഡിയോ എന്തോരം ആൾക്കാർ കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ കമൻറ്റ് പറയുന്നവർ അതെന്നും അവിടെ കിടന്ന് പറഞ്ഞേ പറ്റുള്ളൂ. അവരവിടെ കിടന്ന് പറഞ്ഞോട്ടെ, അവർക്കും ചെയ്യല്ലോ ഇങ്ങനെയൊക്കെ വീഡിയോ. ഈ കമന്റ് ഞങ്ങളെ കുറ്റം പറയാം, നെഗറ്റീവ് പറയുന്നവർക്ക് അങ്ങിടല്ലോ ഇതുപോലൊക്കെ. അങ്ങ് അവർക്ക് എന്താ, അവരെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവര് കാണിക്കും. കാണിക്കട്ടെ, ഇവരത് കാണാം. നമ്മള് ചോറ് വിളമ്പുന്ന മാത്രമല്ലല്ലോ ഇടുന്നത്, നമ്മളെവിടെയൊക്കെ പോയാലും ഒക്കെ ഇടുന്നുണ്ടല്ലോ. അതൊന്നും കാണാതെയാ ചുമ്മാ എല്ലാത്തിനും മറുപടി പറയാൻ ആൾക്കാർ വരുന്നത്. ഒത്തിരി വിഷമമാണ് ഞങ്ങൾക്ക് കേട്ടോ. അങ്ങനെ സാരമില്ല, കിടന്നോട്ടെ. പോട്ടെ, ഇനി ഞങ്ങൾ ബാക്കി കളിക്കാം. ഇതിവിടെ കിടന്ന് വേഗട്ടെ. ഏകദേശം നമ്മുടെ ഇഡ്ഡലി വെന്തിട്ടുണ്ട്. പൊങ്ങി വന്നിട്ടുണ്ട് കണ്ട. വയ്യാതെ നിങ്ങൾ എടുക്കാം. ഓ കൊള്ളല്ലേ. ഹായ്, നല്ല ആവി പാറുന്ന ചൂടൻ ഇഡലി. അതെ, നമ്മുടെ ഇഡ്ഡലി ശരിയായിട്ടുണ്ട് കണ്ടോ. നല്ല പൂ പോലത്തെ ഇഡ്ഡലിയാണ്, പഞ്ഞി പോലത്തെ. അതെ, പൂപോലെ എൻ്റെ പൂജി പോലെ പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഇതിപ്പോൾ 5 എണ്ണം വീതമുണ്ട്. ഞങ്ങൾക്ക് ഒരു 3 ട്രിപ്പ് ഉണ്ടാക്കണം. ചിറ്റയും കൂടി ഇന്ന് വരും. ഞങ്ങൾക്ക് 4 പേർക്ക് കഴിക്കണം. ചിലപ്പോൾ 2 മീതി ഇരുന്നാലോ വൈകിട്ടാണേലും കഴിക്കാവില്ല. പിന്നെ ബാക്കി മാവ് എടുത്ത് ഞങ്ങൾ വെക്കും. എന്നിട്ട് നാളെ ദോശയോ അങ്ങനെ വല്ലതും ഉണ്ടാക്കുക. 2 ദിവസം 3 ദിവസത്തേക്കിനുള്ളതുണ്ട് മാവ്. അത്ര അരയ്ക്കുന്നുള്ള ആകെ, എന്നിട്ടും ഉണ്ട് ഞങ്ങൾക്ക് മാവ്. കണ്ടോ, ഹായ്, നല്ല സൂപ്പർ ചൂടാണ്, നല്ല പഞ്ഞി പോലെ. നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണമെല്ലാം കണ്ടോ, നല്ല വെന്ത് കൊഴുപ്പായിട്ടിരിക്കുന്ന കണ്ടോ. പരിപ്പും കഷ്ണം അതെ എല്ലാം കൂടെ. ഇനി നമുക്ക് ബാക്കിയൊക്കെ ഇനി കടുക് നമുക്ക് ചേർക്കാം ഇതിനകത്തോട്ട്. സാമ്പാർ കടുക് വറക്കാൻ നേരമാണ് കരിയാപ്പില ഇല്ലെന്നുള്ള കാര്യം കണ്ടത്. അപ്പോൾ ഞാൻ പോയി കരിയാപ്പില പറിക്കട്ടെ. നമ്മുടെ കരിയാപ്പൊക്കെ ഇപ്പോൾ പോയി. എനിക്കൊന്നും ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ കൊണ്ടായിരിക്കും തോന്നുന്നു, കരിയാപ്പുകളെല്ലാം പോവുകയാണ്. അപ്പം ഉള്ള കരിയാപ്പ എന്നൊരു ഇച്ചിരി കരിയാപ്പില പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നടക്കുകയാണ് കരിയാപ്പില പറിക്കാൻ. ഇതാ അമ്മയ്ക്ക് കരിയാപ്പില. കരിയാപ്പിലയും പറിച്ചുകൊണ്ട് വന്നത് ഞാനിതൊരു കിളം തൊടിച്ചിട്ടുണ്ട് കേട്ടോ. വഴക്ക് പറഞ്ഞു ക്രീം തൊടിച്ചതിന്. കഴുകി എടുക്കട്ടെ. അതെ, ഈ ഒരു കഴിയത് കാണിച്ചില്ലെങ്കിൽ വിഷയം. അതെ, കരിയാപ്പ് കുറച്ചുകൊണ്ട് വന്നോണ്ട് ഞങ്ങൾ വെച്ചോ അങ്ങനെയൊക്കെ ചോദിക്കും. നമ്മുടെ പറമ്പ് എനിക്കുന്നതിനകത്ത് ഒന്നും വലിയ അടിക്കില്ല, എന്നാലും നമ്മൾ കഴുകിയേക്കാം. കരിയാപ്പില കഴുകി ഇത് വിളിക്കട്ടെ. ഇത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കറിയിടാം. കടുക് പൊട്ടട്ടെ. അതുകൂടെ ഒരു 3-4 ഉലുവായും കൂടി ഇട്ടേക്കാം. 4-5 ഉലുവ, ഒരു കുഞ്ഞു പിടി ഉലുവ, കുഞ്ഞു പിടിയൊന്നും മാറിയിടല്ലോ, ഇച്ചിരി തുള്ളി പൊടിക്കൊടുവ. ഇനി നമുക്ക് അതിലോട്ട് ഞാൻ വെണ്ടയ്ക്കായും കുറച്ച് കൊച്ചുള്ളിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് മൂപ്പിക്കാം. മൂത്ത് വരട്ടെ. അതെല്ലാം ഒന്ന് വഴന്നു. അതിലോട്ട് നമുക്ക് ഇച്ചിരി കരിയാപ്പില ഇടാം. വന്നപ്പോൾ കരിയാപ്പില ഇട്ട് കൊടുത്തു. കരിയാപ്പില വിളിച്ചാലാം. കരിയാപ്പില ഇടുന്ന എനിക്ക് ശാന്ത എല്ലാം ഇടണം. ഏറെ കരിയാപ്പില ഇടണം. കരിയാപ്പില ഇടുന്നത് നല്ലതല്ലേ. കരിയാപ്പില കൂടി ഒന്ന് നോക്കട്ടെ. ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. അത് മൂത്ത് കഴിയുമ്പോൾ അതിലോട്ട് ഞാൻ ഇച്ചിരി മല്ലിപ്പൊടി ഇടും. കുഞ്ഞു കൊടുക്കാത്ത തവിക്കൊരു തവി മഞ്ഞൾപ്പൊടി. അതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് മൂപ്പിച്ചിട്ടാണ് ഞാൻ മുളക് പൊടി ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതുകൂടെ അതിലോട്ട് ഒഴിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് കുറച്ച് മുളക് പൊടിയും കായപ്പൊടിയൊക്കെ ഇട്ടാണ് വെച്ചത്. അതുകൊണ്ട് ആ കായത്തിൻ്റെ ഒക്കെ മണമൊക്കെ ഉണ്ട്. പിന്നെ ബാക്കി കൂടി ഇതിനകത്ത് ചേർത്താൽ മതി. മുളക് പൊടിയും കായം കൂടെ കലക്കിയതാണ് ഇപ്പം വെച്ചേക്കുന്നത്. അതവിടെ കലക്കി വെച്ചിട്ടുണ്ട്.
മുളകും കായവും കലക്കിയത്. അതുകൂടെ നമ്മൾ അതിനകത്തോട്ട് ഒഴിക്കും. നമുക്കിതും കൂടെ ഇതിലോട്ട് ഒഴിക്കാം. മുളക് പൊടിയും കായവും കലക്കിയത് ഒഴിച്ചു. നമുക്ക് അത് തിരിച്ച് തിളച്ച് കഴിയുമ്പോൾ തിരിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ആക്കിയുമ്പോൾ സാമ്പാറാവും. നമ്മളതെല്ലാം കൂടെ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ആ കലക്കി വെച്ച് നമ്മൾ അടുപ്പ് വെച്ച് തിളപ്പിച്ചില്ലേ നമ്മുടെ വെണ്ടയ്ക്കായും ഉള്ളി, അതിന്റെ കൂടെ നമ്മൾ ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടു. പിന്നെ നമ്മൾ മുളകും കായപ്പൊടിയും കൂടെ ഒഴിച്ചത് തിളച്ചപ്പം ആ തിളച്ചതെടുത്ത് നമ്മളിതേ നമ്മുടെ സാമ്പാറിന്റെ കഷ്ണത്തിൽ ഇട്ടതേണ്ടേ ഇത് നോക്കേ കണ്ടോ, അടിപൊളി സാമ്പാർ വെച്ചേക്കുന്ന കണ്ടോ. നിങ്ങളിങ്ങനെ വെച്ച് നോക്കേ. ചൂടായി തിളച്ചു വന്നു റെഡിയായി കഴിയുമ്പോൾ ഉപ്പും പുളിയും ഉണ്ടോ നോക്കട്ടെ. എല്ലാം ഉണ്ട്. തക്കാളി നല്ലായിരുന്നു കേട്ടോ, പുളി വേണ്ടായിരുന്നു. പുളി എല്ലാം നല്ല. നിങ്ങൾക്ക് തക്കാളി ഇല്ലെങ്കിൽ എപ്പോഴാ ഈ വാളംപുളി എപ്പോഴാ ചേർക്കണ്ടേ? വാളംപുളി കഷ്ണം വെന്ത് കഴിയുമ്പോൾ വാളംപുളി ചേർക്കണം. എന്നറിയ തക്കാളി 3 ഇടുന്ന 3 മുഴുത്ത തക്കാളിയായിരുന്നു. പക്ഷെ അതിന് നല്ല പുളിയുണ്ട്. അതിൻ്റെ കൂടെ ഇനി വാളംപുളി ചേർത്താൽ സാമ്പാറിന് ഒരുപാട് പുളിയായി അഴുക്കാം. വാളംപുളി ചേർക്കണം ശകലം. പക്ഷെ നമ്മളിപ്പോൾ ഇതിന് ഇത്രയും പുളി ഉള്ളതുകൊണ്ട് ഇനി ഞാൻ വാളംപുളി ചേർക്കുന്നില്ല. അതിനാവശ്യമുള്ളതായി. ഇനി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, എല്ലാ കഷ്ണമൊക്കെ ഉണ്ട്. അതേ കണ്ടോ, എല്ലാ കഷ്ണങ്ങളും ഉണ്ട്. വെന്തളിഞ്ഞു പോയിട്ടില്ല. എന്നിട്ട് നല്ല കൊഴുപ്പുള്ള സാമ്പാറാണ് കണ്ടോ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. അതെ, ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന്റെ ചേരുവകൾ വേറെ ചേർക്കാനുണ്ടോ, അതെ നിങ്ങൾ വേറെ ചേർക്കാറുണ്ടോ എന്നൊക്കെയുള്ളത്, കഷ്ണങ്ങൾ വേറെ ഇടാറുണ്ടോ. നമ്മളിയുള്ള കഷ്ണമൊക്കെ ഞാൻ പറഞ്ഞില്ല, വെറും ഒരു 2-3 കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് സാമ്പാറാവും. ഇതിപ്പോൾ നമ്മളിങ്ങനെ വെച്ചേക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ എല്ലാവരും മറ്റും എല്ലാം കടയിൽ പോയി മേടിക്കുന്നവരൊന്നും പറമ്പൊക്കെ ഉള്ളവർക്കൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങൾ അവരുടെ പറമ്പിൽ കാണും. നമുക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് പറമ്പിലെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറമ്പ് കൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റും. പറമ്പിലുള്ള ഇച്ചിരി മീനോ അല്ലെങ്കിൽ ഇറച്ചിയോ വല്ലപ്പോഴും മേടിച്ചാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് കപ്പളങ്ങയായിട്ടും ചീരയായിട്ടും ഒടിച്ചൂത്തി ചീരയായിട്ടും ചേന ചേമ്പ കാച്ചിലൊക്കെ ഉള്ളവർക്ക്. എനിക്ക് ആപ്പിൾ ഒറ്റ കാച്ചിലുള്ള അത് ഞാൻ തിരുവാതിരപ്പുഴുക്ക് പുഴുങ്ങാൻ വേണ്ടി വെച്ചേക്കുക. തിരുവാതിരയ്ക്ക് അത് ഞാൻ വെച്ചേക്കുക. അവിടെ ഉണന്നു വിളി തുടങ്ങി. അങ്ങോട്ട് പോവാണേ, അതുകൊണ്ട് കാണുക. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡിയായി.